അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹാദിയുടെ കാറിൻ്റെ പിന്നിലൂടെ വന്ന ആ ഒരു ലോറി അത് തന്നെ ഫോളോ ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. എത്രയൊക്കെ തന്നെ സൈഡ് കൊടുത്തിട്ടും അദ്ദേഹം ഓവർടേക്ക് ചെയ്തു പോകുന്നില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. തന്നെ പിന്തുടരുകയാണ്. അവൾ മിററിലൂടെ നോക്കി, റബ്ബേ, എന്നോടിത് ചാരി വരുന്നല്ലോ. അവൾ സൈഡ് ഒതുക്കി കൊടുത്തിട്ടും അവൻ നേരെ തന്നെ പിന്നാലെ വരികയാണ്. അത് എഡ്ജിറക്കി ഇറക്കി അപ്പുറത്ത് കൊക്കയാണ്. റബ്ബേ, ആ ഭാഗത്തേക്കൊന്നും ഇറക്കാൻ വയ്യ. പക്ഷേ തന്നോട് ചാരിക്കൊണ്ട് വരികയാണ്. ഏത് നിമിഷവും ഇതാ താൻ മരിക്കാൻ പോകുന്നു. പലതവണ അവൾ ഓണടിച്ചു സിഗ്നലിട്ട് കാണിച്ചു കൊടുത്തു. ഇല്ല, അവൾക്ക് മനസ്സിലായി ഇത് മറ്റാരുമല്ല, അപ്പുറത്ത് വലിയ കൊക്കയാണ്. റബ്ബേ, ഞാൻ ഇനിയും ഇറക്കിക്കഴിഞ്ഞാൽ അതാ എൻ്റെ പിന്നാലെ ഇതങ്ങ് എന്നെ കൊക്കയിലേക്ക് തള്ളിയിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു നിമിഷം അവൾ അതാ പടച്ച റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാ റബ്ബേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, റഹ്മാനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൾ പടച്ച റബ്ബിനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവേ, ലോറി അതാ പിന്നെയും കാറിന് പിന്നാലെ കയറി വരികയാണ്. അവിടെയാണെങ്കിൽ പൊതുവെ വാഹനങ്ങൾ കുറഞ്ഞ സ്ഥലം, ആരാരും അങ്ങനെയില്ല, ഒറ്റപ്പെട്ട ചില വാഹനങ്ങൾ മാത്രം. ഹാദിയുടെ മനസ്സിൽ അതെ, അവൾ മരണത്തെ മുന്നിൽ കണ്ടു എന്ന് തന്നെ പറയാം. താൻ എത്ര തന്നെ സ്പീഡിൽ പോയിട്ടും തൻ്റെ പിന്നാലെ ചീറിപ്പാഞ്ഞുകൊണ്ട് വരികയാണ്. യാ അല്ലാ, ഒരു നിമിഷം അവൾ ചൊല്ലിപ്പോയി, ലാ ഇലാഹ ഇല്ലല്ലാ. അതെ, തൻ്റെ പിന്നാലെ വന്ന് ഏത് നിമിഷവും അപകടത്തിൽ പെടുത്തും ആ ലോറി. അവൾ ഒരു നിമിഷം കൂടി അതാ ആ ഒരു കണ്ണാടിയിലൂടെ നോക്കി. ആ ലോറിയിലെ ഡ്രൈവർ അതാരാണെന്ന് ഒന്നറിയുവാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം ബ്രേക്ക് ഇട്ടാലും അത് ശക്തമായി വന്നിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ലോറി വീണ്ടും ആക്സിലേറ്റർ കൂട്ടി ശക്തമായ രീതിയിൽ അവളുടെ ആ ഒരു കാറിൻ്റെ പിന്നിലായിട്ട് വന്നെടുക്കുകയാണ്. നിമിഷങ്ങൾക്കകം അവളുടെ കാറ് തെന്നിമാറി കൊക്കയിലേക്ക് മറിയുമെന്നവൾക്ക് തോന്നി. യാ അല്ലാ എന്ന് പറഞ്ഞു അവൾക്ക് ബോധം നഷ്ടമായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയുന്നില്ല. അല്ലാ, അവൾ മരണത്തെ മുന്നിൽ കണ്ട് നിൽക്കുന്ന ആ ഒരു നിമിഷങ്ങൾ. പക്ഷേ ആ നിമിഷം ലോറി നിർത്താതെ പോവുകയായിരുന്നു. എന്നാൽ തൊട്ടു പിന്നിലായി വന്ന ഒരു കാറ് കാണുന്നു. ഒരു കാർ അവിടെ മറിഞ്ഞു കിടക്കുന്നു. പക്ഷേ അത് ഒന്ന് നിർത്തിയിട്ട് പോലുമില്ല. അതിനകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവർ പെട്ടെന്ന് തന്നെ ആ കാറ് അതിൽ നിന്ന് ഡോർ വെട്ടിപ്പൊളിച്ച് അതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നു. ഹിജാബ് അണിഞ്ഞത് കൊണ്ട് മുഖം വ്യക്തമല്ല. അവർ പെട്ടെന്ന് വാരിയെടുത്ത് അവരുടെ ആ ഒരു കാറിലേക്ക് മാറ്റി വളരെയധികം സ്പീഡിൽ ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. അതെ, ഹാദിയെ മനഃപൂർവ്വം ആരോ ഉപദ്രവിച്ചു. ഭാഗ്യത്തിന് കൊക്കയിലേക്ക് മറിയാത്തതും വലിയ ഭാഗ്യം, അവർ പറഞ്ഞു. എന്നാലും കൊക്കയിലേക്ക് ഈ ഒരു കാറെങ്ങാനും മറിഞ്ഞിരുന്നെങ്കിലേ ബാക്കിയാവുമായിരുന്നില്ല കുട്ടി. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഡോക്ടറുടെ സഹായം തേടുന്നു. ബോധരഹിതയായ അവൾ ഒന്നും അറിഞ്ഞില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്തോ ഒന്നും അറിയില്ല. നേരെ ആക്സിഡന്റ് കേസ് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ബോധരഹിതയായ ഹാദിയ, അവൾക്ക് ഒന്നും അറിയുന്നില്ല എന്താണ് സംഭവിച്ചത് എന്താണെന്ന്. അവൾക്ക് ഒന്നും അറിയുന്നില്ല. അവൾക്ക് എന്തൊക്കെ പരിക്ക് പറ്റി അതും അറിയുന്നില്ല. എന്നാൽ കൊണ്ടുവന്നവൻ അസ്വസ്ഥനായിരുന്നു. കാരണം ടാക്സിയിലാണ് വന്നത്. ടാക്സി ഡ്രൈവറായിരുന്നു അത്. എന്നാൽ ടാക്സി ഡ്രൈവർ പറഞ്ഞു, ഞാൻ പോയിക്കോളാം, കാരണം എനിക്ക് ഇനിയും ട്രിപ്പ് കിട്ടാനുണ്ട്. നിങ്ങൾ ഇത് മാനേജ് ചെയ്യുമെങ്കിൽ ഞാൻ പോട്ടെ. നിങ്ങൾ എങ്ങനെയാണ് കുട്ടീൻ്റെ അപകടകാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ. ആ, നിങ്ങൾ പോയിക്കോളി. ടാക്സിക്കാരൻ ലഗേജ് എല്ലാം അവിടെ ഒരു ഭാഗത്ത് ഇറക്കി വെച്ച് പോയി. അവൾക്ക് ബോധം ഇനിയും തെളിഞ്ഞിട്ടില്ല. റബ്ബേ, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തോ അറിയില്ല. അധികം പ്രായമൊന്നും ആകാത്ത ഒരു പെൺകുട്ടിയാണല്ലോ റബ്ബേ. എന്തായാലും ആ കാറ് നല്ല വിലപിടിപ്പുള്ള കാറാണെന്ന് തോന്നുന്നു. എന്താപ്പം ചെയ്യുക? ഒരു ലോറി ഞങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും.
ഈ ഡ്രൈവർ പറഞ്ഞു ചെയ്തു എമ്മാതിരി സ്പീഡാണ് ആ ഒരു ലോറിക്ക് എന്നുള്ളത്. ഏതായാലും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോനെ. എന്നാൽ പെട്ടെന്ന് നിങ്ങൾ ആക്സിഡൻറ്റ് കേസുമായി വന്നാണോ? ഒരാൾ ചോദിച്ചു. അതെ, ഞാൻ ആക്സിഡൻറ്റ് കേസുമായി എന്ന് വെച്ചാൽ അത് ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരാളുടെ ജീവൻ അത് രക്ഷിക്കുക പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്തോ അറിയില്ല. പെട്ടെന്ന് അതാ അവൻ അങ്ങോട്ട് കയറി ചോദിക്കുന്നു, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നില്ല ആക്സിഡൻറ്റ് കേസിൽ, അതിനെക്കുറിച്ച് പറയാം കേട്ടോ, ഏതൊക്കെയെന്നുള്ളത്. നിങ്ങൾ ധൃതി പിടിക്കല്ലേ. പാവം ഹാദിയുടെ വീട്ടുകാരൊന്നും ഇതൊന്നും അറിയുന്നില്ല. അതെ, പൊന്നുമോൾ കോളേജിലേക്ക് പോയതാണ് എന്നുള്ള ചിന്തയിലാണ്. എന്നാൽ ഈ സമയം ഉമ്മ ഉപ്പയോട് പറയാണ്, അതെ, മോൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധം അതങ്ങ് ഒഴിവാക്കാട്ടോ. ഇനി ഒരിക്കലും അത് വേണ്ട. എന്തിനാ അപ്പം അതിനെ ഇടങ്ങാറാക്കണേ? ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് സംസാരിച്ച് അത് ഡിവോഴ്സ് നോട്ടിൽ ഒപ്പിട്ട് ഒഴിവാക്കണം. അല്ലെങ്കിൽ ശരിയാവില്ല, എൻ്റെ കുട്ടി ഇടങ്ങാറാവും. അതേ ഇക്ക, പാവാണ് നമ്മളെ മോള്. പഠിച്ചോ, നല്ലൊരു ബന്ധം അവൾക്ക് കൊടുക്കട്ടെ. ഇനി ഓള് കുറച്ച് പഠിക്കട്ടെ, പഠിച്ച് അവൾ നല്ല രീതിയിൽ എത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വിധി അവൾക്ക് നൽകട്ടെ. ആമീൻ. അവൾ ഹോസ്പിറ്റലിലാണ്. പക്ഷേ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല. ആ വണ്ടിയിലായിരിക്കും അവളുടെ എല്ലാ സംഭവങ്ങളും. ഒരു നിമിഷം അപ്പോൾ തന്നെ രക്ഷിച്ച ആൾ അവിടെ നിന്ന് വിചാരിക്കുന്നു, എന്താ ചോദിക്കുക, ഇപ്പോൾ കൊണ്ടുവന്ന പേഷ്യൻറ്റിൻ്റെ പേരെന്താണെന്നറിയോ? ഒരു നിമിഷം അയാൾ കൈമലർത്തി, ഇല്ല അറിയില്ല. വഴിയിൽ വെച്ച് കണ്ടപ്പോൾ കാർ ആക്സിഡൻറ്റിൽ പെട്ട് മറിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ ഡോർ വെട്ടിപ്പൊളിച്ചാണ് എടുത്തത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പോവുകയും ചെയ്തു. അതിനുള്ളിൽ എന്താ ഏതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അവരുടെ ഞാൻ ആരുമല്ല. ഓ പിന്നെ എന്നാൽ പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുമോ? അപ്പോൾ തന്നെ അതാ അവൻ വണ്ടിയുമായി ഒരു വണ്ടി പിടിച്ച് പോയിട്ട് ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അതെ, ആ വണ്ടി വെട്ടിപ്പൊളിച്ച അതേ രീതിയിൽ ആ ഒരു ഡോറിൻ്റെ ഭാഗത്തിനുള്ളിലൂടെ ഒരു ബാഗ് അവിടുന്ന് കിട്ടുന്നു. ബാഗും മൊബൈൽ ഫോണുമെല്ലാം ഉള്ള ഒരു കിറ്റ് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അത് പുറത്തെടുത്തു. വേഗം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. ഹോസ്പിറ്റലിൽ എത്തി ആ ഒരു ബാഗ് അവൻ പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. റബ്ബേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ നിന്ന് അപ്പോൾ തന്നെ ഒരു ഫോൺ കിട്ടി. ആ ഫോണ്, സർ അത് ഫോണുണ്ട് അവളുടെ. ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല. അവളുടെ തന്നെ ഫിംഗർ പ്രിൻ്റ് വെച്ച് അത് ഓൺ ചെയ്തു. അവസാനമായി കോൾ ചെയ്ത അത് എടുത്തു. ഓ, ലാസ്റ്റ് ഡയൽ 6 മണിക്ക് 6 മണിക്കല്ല 7:30 ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് വിളിച്ചു. ഹലോ. എന്നാൽ അത് ഐഷുവിൻ്റെ ഫോണിലേക്കായിരുന്നു വിളിച്ചത്. ഐഷുവിൻ്റെ ഫോൺ ഹബീബ് ഉസ്താദിനരികിലായിരുന്നു. എന്നാൽ അന്ന് ഹാദ്യ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു ഹബീബ് ഉസ്താദ്. എന്താ ഹാദ്യ, എവിടെ നീ എന്തെന്ന് ലേറ്റ് ആയത്? ഇത് ക്ലാസ് എല്ലാവരും ക്ലാസ്സിലേക്ക് പോകുകയാണ്. എന്താ നീ എവിടെ? എന്നാൽ മറുതലക്കൽ നിന്ന് ഒരു പെണ്ണിൻ്റെ ശബ്ദം. ഹലോ, സോറി, ഇത് കുട്ടിയല്ല. ആ കുട്ടിയുടെ പേരെന്താണെന്ന്? ഇത് ഞങ്ങൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോഴേ അവിടുന്ന് കിട്ടിയതാണ് ഈ ഒരു ഫോണും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കുട്ടിയുടെ പേരൻസിനൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അല്ലാ, എന്താ പറ്റിയത്? അതൊരു കാറ് മറിഞ്ഞതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്. പിന്നെ ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹമാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ സമയം കുട്ടിയുടെ പേര് കിട്ടി, ഹാദിയ. ഹാദിയയുടെ കൂടെ പെട്ടെന്ന് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ടുവന്ന ആൾ ഞെട്ടിപ്പോയി. ഹാദിയ, ഹാദിയ, അതെ, ആ കാറ് വിട്ട് ഒറ്റയ്ക്ക് പോകുന്ന ആൾ ഹാദിയ. അവൻ്റെ ശ്വാസത്തിന് വേഗത കൂടി. അതെ, പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് ഒന്ന് വരും, കുറച്ച് ഡീറ്റെയിൽസ് പറയാനായിരുന്നു. ഒരു നിമിഷം കൈകാലുകൾ വിറച്ചു അവൻ്റെ. ഹാദിയ, ഹാദിയയോ? അറിയുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അതാ അങ്ങോട്ട് ചെന്നു. ഡോക്ടറെ, നിങ്ങളിവരുടെ ആളാണെന്ന് പറഞ്ഞത്? അറിയില്ല, ഞാൻ വഴിയിൽ വെച്ച് നിങ്ങൾക്ക് തട്ടിയതാണോ ഇത്? അല്ല, പിന്നെ
ഈ ഹാദ്യ എന്ന് പറഞ്ഞ ഈ സിസ്റ്റർക്ക്, അതായത് അവർക്ക് എന്തൊക്കെ നല്ല രീതിയിൽ ഉള്ളിലെ ക്ഷതം ഏറ്റ പോലെ ഉണ്ട്. പുറമെ ഭാഗത്തേക്ക് വല്ലാതൊന്നും കാണുന്നില്ല. ചെറിയൊരു കാലിന് മുട്ടിൻ്റെ ഇത് സ്റ്റിച്ചും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളൂ. അല്ലാതൊന്നും കൂടുതലായിട്ട് അങ്ങനെ ഇല്ല. പക്ഷേ ശരിക്കും ഒന്ന് സ്കാൻ ചെയ്തൊക്കെ നോക്കേണ്ടി വരും. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ. അതിനുശേഷം അബോധാവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും ഓക്കെ, നമുക്ക് നോക്കിയതിന് ശേഷം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ബന്ധുക്കളൊക്കെ അറിയിച്ചോ കാര്യങ്ങൾ? ഞാൻ ഇല്ല, ഇപ്പോൾ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ്. ഡോക്ടറെ, പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ ഒന്നുകൂടെ? ഡോക്ടർ അത് പറഞ്ഞു. ആയിക്കോട്ടെ, ഓക്കെ, കണ്ടോളൂ, അതിനെന്താ, നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ അതാ അവളുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു പുതപ്പ് പതുക്കെ നീക്കുന്നു. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. ഹാദിയ, അതെ ഹാദിയ. എന്നാൽ ഈ സമയം അതാ സ്കൂളിൽ നിന്ന് ഹബീബ് ഉസ്താദ് മറ്റു ഉസ്താദുമാരോടൊക്കെ പറഞ്ഞു, അതെ ഹാദിയ വന്ന കാറിന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് പോകാം, വീട്ടിൽ അറിയിക്ക്, നമുക്കൊന്ന് പോയി വരാം, സീരിയസ് ആണെങ്കിൽ പാവല്ലേ, ആ ഉമ്മയും ഉപ്പയും നമ്മൾ വെറുതെ ടെൻഷൻ ആക്കേണ്ട, എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒന്ന് പോയി നോക്കുക. എന്നാൽ അതാ ഹബീബ് ഉസ്താദും ഷെഫീഖ് ഉസ്താദും അങ്ങനെ അവർ 3 പേരും അങ്ങോട്ട് എത്തിയപ്പോൾ ഒരിക്കൽ പോലും അവരെ അങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അത് അർജൻറ്റ് കേസൊക്കെയാണ്, അപ്പോൾ നിങ്ങളൊന്ന് പുറത്ത് നിൽക്കണം, ഞങ്ങൾ ഹാദ്യ എന്ന് പറഞ്ഞ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഇല്ല, അത് ഒരാൾ അവിടെ അകത്തുണ്ട്, അത് മതി, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പുറത്ത് നിൽക്കി. എന്നാലും ആരായിരിക്കും അകത്തുള്ളത്? അവർക്കാകെ ആശങ്ക തോന്നി. ഹബീബ് ഉസ്താദും ഷെഫീഖ് ഉസ്താദൊക്കെ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ ഒന്നും സംഭവിക്കരുതേ, ആ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ, ജീവിതത്തിലേക്ക് കര കയറി വന്നതാണ് അവള്, ഒന്നും സംഭവിക്കരുതേ അല്ലാ. ഉസ്താദുമാർ ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയാണ്. പാവം, ഒരുപാട് കഷ്ടപ്പെട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചതാണ് അവള്. പെട്ടെന്ന് എന്നാലിപ്പോൾ ഇങ്ങനെയുള്ളൊരു ആക്സിഡൻറ്റ് ആകാൻ കാരണം ഇപ്പോൾ എന്തായിരിക്കും അറിയുന്നില്ല. ഇനിയിപ്പോൾ അവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അതിന് നേഴ്സ് വന്നപ്പോൾ, സിസ്റ്ററെ ഒന്ന് കാണാൻ പറ്റുമോ, ഞങ്ങളെ വിദ്യാർത്ഥിയാണ് അവളെ, ഒന്ന് കാണാൻ പറ്റുമോ? അത് പറ്റില്ലെന്ന് തോന്നുന്നു, അവിടെ ഒരാളുണ്ട്, ഒരാൾക്കേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അവരിങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. ഇതെന്ന് വെച്ചാൽ ICU അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല, കാരണം സാധാരണ പോലെയുള്ള ICU അല്ലല്ലോ ഇത് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരെന്ന് വെച്ചാൽ അത്യധികം അത്യാസന്നമായ നിലയിലുള്ളവരാണ്. അത് ജീവൻ മരണ പോരാട്ടത്തിനിടയിലുള്ളവർ. ഒരു നിമിഷം അവർ ഭയന്നു, പഠിച്ചോനെ ആദ്യമൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയോ റബ്ബേ. അവരുടെ മനസ്സാകെ, സിസ്റ്ററെ ഞങ്ങൾക്കൊന്ന് കാണണം സോറി ഇപ്പോൾ വിളിക്കാം, അവരെ കൂടി ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട്. എന്നാൽ ഈ സമയം അതാ ഹാദിയുടെ കൂടെയുള്ള ആള് വിളിപ്പിക്കുന്നു, അതെ ഈ മെഡിസിൻ ഒന്ന് കൊണ്ടുവരണം. അപ്പോൾ തന്നെ ലിസ്റ്റ് എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി മെഡിസിൻ വാങ്ങുവാൻ വേണ്ടിയിട്ട്. നല്ല വിലപിടിപ്പുള്ള മെഡിസിൻ ആയിരുന്നു അതിലെഴുതിയിരുന്നത്. അത് വാങ്ങിയിട്ട് തിരിച്ച് അവൻ പോയി. പെട്ടെന്ന് തന്നെ അത് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ ഈ സമയം അതാ ലോറി ഇടിച്ച് ജസീർ വളരെയധികം ആഹ്ലാദത്തിലായിരുന്നു. ഇനി അവൾ എണീക്കൂല, അവൾ നരകിച്ച് മരിക്കണം, ഇനി അവൾ എണീക്കാൻ പാടില്ല. അത്രക്കും ക്രൂരനായ അവൻ അതാ ആ വലിയ ലോറി കൊണ്ട് അവളുടെ ആ ഒരു കാറിൻ്റെ പിന്നാലെ ലക്ഷ്യമാക്കി വന്ന് അവളെ ഇടിപ്പിക്കുകയായിരുന്നു. അതും ആരാരുമില്ലാത്ത ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന്. ഒരു ക്യാമറ കണ്ണുകൾ പോലും അവിടെയില്ല. അതെ, ഒരൊറ്റ ക്യാമറ പോലും ഇല്ലാത്ത ആ ഒരു സ്പേസിലെത്തിയപ്പോഴാണ് അവൻ ആ നീച പ്രവൃത്തി ചെയ്തത്. ഓഹോ, അവൾ അത്രയ്ക്ക് അങ്ങ് ആകാൻ പോയില്ലേ, ഒരിക്കലും അവളെ നേരെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതായിരുന്നു അവൻ്റെ ഉദ്ദേശം. എന്നാൽ ഈ സമയം അത് ഹാദിയെ രക്ഷിച്ച ആളിനെ നന്നായിട്ട് എന്തൊക്കെയോ തോന്നുന്നു, ദുരൂഹത. ഇതൊരിക്കലും ശരിക്കൊരു ആക്സിഡൻ്റ് അല്ല, ചീറിപ്പാഞ്ഞുകൊണ്ട് ഒരു ലോറി ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു പോകുന്നത് ഞങ്ങൾ കണ്ടു. പക്ഷെ പിന്നെ ഒരുപാട് സമയം അത് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ശക്തമായ സ്പീഡിൽ അതങ്ങ് പോവുകയും ചെയ്തു. ലോഡും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ ധൃതി പിടിച്ച് ഇത്ര പോകാൻ കാരണം, ഒരു നിമിഷം അവൻ വെറുതെ ഒന്ന് ആ ഫോണിലെടുത്ത ആ ഫോട്ടോ, അതെ ഡ്രൈവർ പറഞ്ഞു ഭയങ്കര ഡേഞ്ചർ പോക്കാണ് പോകുന്നത്, അതൊക്കെ ഒന്ന് തെന്നിപ്പോയാലേ ആകപ്പാടെ തകിടം മറിയും. അപ്പോഴാണ് വെറുതെ ഒരു ഫോട്ടോ എടുക്കുവാൻ വേണ്ടി തോന്നിയത്. അതെ, ചെറിയൊരു വീഡിയോയും ശക്തമായ സ്പീഡിൽ ഓടുന്ന ആ ഒരു ലോറി, അതെ ഒരു 10 സെക്കൻഡ് മാത്രം അതിലൊരു ഫോട്ടോയുമുണ്ട്.
കേസിൻ്റെ ആവശ്യത്തിന് വേണമെങ്കിൽ വേണ്ടിവരും എന്ന് കരുതി അത് സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ആ ഒരു ഞെട്ടലിൽ നിന്ന് അയാൾ ഇപ്പോഴും വിമുക്തനായിട്ടില്ല. ഹാദിയ, അവളെ കണ്ട അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. ആരായിരിക്കും ഹാദിയയെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്? എൻ്റെ പ്രിയപ്പെട്ടവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.